ഞാൻ തൃശ്ശൂരുകാരിയാണേലും ഞാൻ ആദ്യമായിട്ടാണ് ട്ടോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തേക്ക് പോണത്. അപ്പം എനിക്ക് അവിടുത്തതൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ അമ്മയുടെയും ചേച്ചിയുടെ ഒപ്പം പിന്നാലെ പോയി. അങ്ങനെ എന്നെ ഒരു തവണ കാണാണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫോണുള്ള കാരണം അവരെ കിട്ടി. ഫോൺ അവിടെ കൊടുത്തിട്ടാണെന്ന് വെച്ചാൽ എന്നെ കിട്ടിയേനില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂക്കളം എന്ത് രസാന്നറിയോ? ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് അവർ പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡാൻസ് അങ്ങനെ ഞാനത് ആദ്യമായിട്ടാണ് ട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരേ ഒരു പ്രശ്നമുള്ളത് എല്ലാത്തിനും ഫുഡ് കഴിക്കാൻ ക്യൂ നിൽക്കണം, പായസം വാങ്ങിക്കാൻ ക്യൂ നിൽക്കണം, അമ്പലത്തിൽ കയറാൻ ക്യൂ നിൽക്കണം, പായസം വാങ്ങിക്കാൻ ക്യൂ നിൽക്കണം, എല്ലാത്തിനും ക്യൂ നിൽക്കണം. പിന്നെ ഇവിടെ നിറച്ച് പിലോപ്പികളാണ്. അപ്പം ഞാൻ കാല് പോയിട്ട് മുക്കിയിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും പിലോപ്പിക്ക് വംശനാശം വരില്ല എന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ പോയപ്പോൾ. പിന്നെ ഇവിടെ നിറച്ച് കടകളുണ്ടെങ്കിലും ഒരു സ്റ്റഡിന് വരെ അവർ 20 രൂപ ഈടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവിടെയൊക്കെ 8 രൂപയ്ക്ക് കിട്ടണത് അവിടെ നല്ല റേറ്റാണ്. പിന്നെ ഒരു പ്രിയങ്ക എന്ന് പറയുന്ന സ്റ്റോറിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ പതക്കം പോലത്തെ ഒരു മോതിരം. അപ്പം ഞാൻ അത് വെറുതെ ഇട്ട് നോക്കി, വാങ്ങിക്കാനൊന്നും അല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അത്രേ ഉള്ളൂ. ടാറ്റാ.